മക്കളെ ടിൻറ്റുമോൻ ഇപ്പോൾ പുറത്തൊന്നും പോകാറില്ല കേട്ടോ. 2 ദിവസം അടുപ്പിച്ച് ഭക്ഷണം കഴിച്ചാൽ 3ൻ്റെ അന്ന് കുഞ്ഞ് കഴിക്കത്തില്ല. അപ്പോൾ അത് ദഹനത്തിനുള്ള മരുന്ന്, ഡൈജസ്റ്റോൺ എന്നുള്ള മരുന്ന് കൊടുക്കും. തുറക്കത്തില്ല. ഭക്ഷണം കഴിക്കാത്ത ദിവസം മരുന്ന് കുടിക്കാനും തുറക്കത്തില്ല. അല്ലെങ്കിൽ മരുന്ന് എടുത്ത് വിളിക്കുമ്പോൾ ഓടിയമ്മ മരുന്നാണ്. പാറു ചേച്ചി കൊടുത്തപ്പോൾ കുഞ്ഞ് നിർബന്ധിച്ച് കൊടുപ്പിക്കുകയാണ്. പിന്നെ കണ്ടില്ല, ഞാൻ പറഞ്ഞു മോനിവിടെ പകലും മൊത്തം കഴിച്ചില്ല കേട്ടോ. അമ്മ ചോറ് തരാം കുഞ്ഞിന്, അവിടെ കിടക്കെന്ന് പറഞ്ഞ് കുഞ്ഞിനെ കിടക്കുക. കുഞ്ഞ് അത് കഴിഞ്ഞ് അകത്ത് വന്ന് കണ്ടോ. എന്നെ മാത്രം ഈ അമ്മ സെറ്റിയിലൊന്നും കയറ്റത്തില്ല. എന്നെ കാലം കഴുകുന്ന രസമോള് കണ്ടില്ല, കയറി സെറ്റിയിലൊക്കെ കിടക്കുകയും ചാടും ഓടും ഒക്കെ ചെയ്യുന്നു. എന്നെ അങ്ങോട്ടൊന്നും കയറ്റത്തില്ല. എൻ്റെ കാലും കൈയും ഒക്കെ കഴുകുന്നുണ്ട്. എന്നിട്ട് പ്രൗഢോട് നോക്കുക. ഞാൻ കണ്ടില്ല ചേട്ടാ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് അവള് നോക്കുക. ഞാൻ അമ്മ ഇവിടെങ്കിലും ഒന്ന് കിടന്നോട്ടെ, എന്നെ ഇവിടെങ്കിലും ഒന്ന് കിടത്തെന്നും പറഞ്ഞ് കുഞ്ഞ് കിടക്കുക. കഷ്ടം പാവം. അപ്പൊ ടെസമോള് കണ്ടില്ലേ ചേട്ടാ, കണ്ടില്ലേ ഞാനിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് പ്രൗഢോട് ഇരിക്കുന്നുണ്ടോ ഓട്ടോ. എൻ്റെ കുഞ്ഞ് പാവം കഷ്ടം, എൻ്റെ പൊന്നുമോൻ. എന്നിട്ട് രാത്രി മോൻ ഞാൻ വിളിക്കുമോ, മോനിങ്ങി പുറത്ത് വന്ന് കിടക്കും. കുഞ്ഞിന് ചോറ് രാത്രിയായില്ലോ, കാവല് കിടക്കണ്ടായോ, ആരെങ്കിലും വന്നാലോ അറിയത്തില്ലല്ലോ, കുഞ്ഞ് വാന്ന് പറഞ്ഞ് വിളിക്കുക. അന്നേരം കണ്ടില്ലേ കാവല് കിടക്കാനും വരുന്നവരെയൊക്കെ കുറച്ച് ഓടിക്കാനും ഒക്കെ ഞാൻ എന്തെങ്കിലും ആവട്ടെ, ഞങ്ങളുടെയൊക്കെ സ്ഥാനം പുറത്തല്ലേ, ഞങ്ങളുടെയൊക്കെ ഒരവസ്ഥ പറഞ്ഞാൽ കേൾക്കും. കണ്ടില്ലേ എൻ്റെ കുഞ്ഞ് പോകുന്നത്. നല്ല അനുസരണം. ഇതുപോലെ കുഞ്ഞുങ്ങളില്ല എനിക്ക്, ഇതുപോലെ കുഞ്ഞുങ്ങളില്ല. അത്രയ്ക്ക് നല്ല കുഞ്ഞാ. കണ്ടില്ലേ എൻ്റെ പൊന്നുമോൻ അവിടെ കയറി ഇരിക്കുക. കഷ്ടം. അമ്മ വിഷമിക്കണ്ട, ഞാനിവിടെ കിടന്നുള്ള എൻ്റെ അമ്മയല്ലേ പറയുന്നത്. ആരെങ്കിലും വരുമ്പോൾ ഞാൻ കുറച്ച് ഓടിക്കാൻ ഞാൻ വേണം. അറ്റസമോള് കിടന്നോട്ടോടാ, എന്തായാലും എൻ്റെ അമ്മ പറഞ്ഞതല്ലേ, ഞാനിവിടെ കിടന്നോളാം എന്നും പറഞ്ഞ് കുഞ്ഞ് അനുസരണയോടെ കിടക്കുക. കണ്ടില്ലേ. എന്തായാലും ഇവിടെ തന്നെ കിടക്കാം. എന്താ കഷ്ടം.